നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുന്ന റിപ്പോർട്ടുകൾ കൊടുത്തുവെന്നാരോപിച്ച് റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടിനോട് ഉടക്കിട്ട് ജ്യോതികുമാർ ചാമക്കാല. റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് ആലോചിച്ചതാണെന്നും ഇനിയും ഉപദ്രവിച്ചാൽ ബഹിഷ്കരിക്കുമെന്നും ചാമക്കാല മുന്നറിയിപ്പ് നൽകി. SDPI പിന്തുണയില്ലാതെ കോൺഗ്രസ് പാലക്കാട് പച്ച തൊടില്ലെന്ന് ഒരു റിപ്പോർട്ടർ TVയിലൂടെ പരാമർശിച്ചതാണ് ജ്യോതികുമാർ ചാമക്കാല ആവർത്തിച്ചെടുത്തു പറഞ്ഞത്. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ തനിക്ക് സമയം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെ ഇരുവരും തമ്മിൽ ചൂടേറിയ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ ഇനിയും ആവർത്തിച്ചാൽ തങ്ങൾ ബഹിഷ്കരിക്കും എന്ന മുന്നറിയിപ്പോടെയാണ് ജ്യോതികുമാർ ചാമക്കാല ചർച്ചയ്ക്ക് വഴങ്ങിയത്. ഇതിനു പുറമെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ റിപ്പോർട്ടറിന്റെ മുൻ ചീഫ് എഡിറ്റർ MV നികേഷ് കുമാറിനെ അദ്ദേഹം വിമർശിച്ചു. ചാനൽ ചർച്ചയിലെ സംവാദത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. ചർച്ചയിലേക്ക് വരും മുമ്പ് നിങ്ങൾ പലരുടെയും തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. നിങ്ങളുടെ ചാനലിലുണ്ടായ തെറ്റിനെക്കുറിച്ച് ഈ നിമിഷം വരെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചാമക്കാല തുടങ്ങിയത്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടതുപക്ഷത്തെയും BJPയെ നേരിടുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ നേരിടേണ്ടി വന്ന ചാനലാണ് റിപ്പോർട്ടർ. അത് പറയാതിരിക്കുന്നതിന് ഒരു കാരണവുമില്ല. പറഞ്ഞിട്ടേ മുന്നോട്ട് പോകാനാവൂ. ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കാൻ വരെ തീരുമാനിച്ചതാണ്. പക്ഷേ ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടാകാം തീരുമാനം എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി തന്നെ പറയുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിച്ചതും കാരണമില്ലാതെ ഉപദ്രവിച്ചതും റിപ്പോർട്ടർ ചാനലാണ്. തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾക്ക് എന്തെല്ലാം ദോഷമുണ്ടാക്കാൻ കഴിയുന്നോ അതെല്ലാം ഉണ്ടാക്കുന്ന നിലയിലായിരുന്നു നിങ്ങളുടെ നിലപാടുകൾ, നടപടികൾ, നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കുകൾ. അതിനൊട്ടനവധി ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. വേണമെങ്കിൽ നിങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച പാതകങ്ങളെക്കുറിച്ച് എണ്ണി പറയാൻ തയ്യാറാണ്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. പറയുന്ന കാര്യങ്ങളിൽ വസ്തുതകൾ ഉണ്ടായിരിക്കണം. ഇന്ന് പോലും SDPI പ്രകടനം നടത്തിയിട്ടുണ്ട്. അവർക്ക് പ്രകടനം നടത്താം. ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് SDPIക്കാർ മാത്രമല്ല. നഗരസഭയിൽ ഞങ്ങൾക്ക് 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് BJPക്കാർ വോട്ട് ചെയ്തിട്ടില്ലേ? CPMകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. പലരും വോട്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടർ റോഷിപാൽ നിങ്ങളുടെ ചാനലിലൂടെ പരസ്യമായി പറഞ്ഞത് എന്താണ്? നിങ്ങളത് തിരുത്തുമോ? ഞാനത് വായിക്കാം. SDPIയുടെ പിന്തുണ സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല UDFന്. ശരിയാണോ നിങ്ങളുടെ വാചകം? നിങ്ങൾ ഇന്ന് തന്നെ ഏറ് ചെയ്ത വാചകമാണ്. നിഷേധിക്കാമോ? പാലക്കാട് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് കൊണ്ട് മാത്രം സാധിക്കില്ല. മതേതര SDPI വോട്ട് വേണം. എങ്കിൽ മാത്രമേ പാലക്കാട് പച്ച തൊടാൻ UDFന് കഴിയൂ. നിങ്ങളുടെ റിപ്പോർട്ടർ റോഷിപാൽ പറഞ്ഞതാണെന്ന് ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിക്കുന്നു. അയാൾക്ക് ആരാണ് അതിന് ധൈര്യം കൊടുത്തത്? എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് അദ്ദേഹം പറഞ്ഞത്? മര്യാദ വേണ്ടേ? മാധ്യമപ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് എന്ത് പറയാമെന്നാണോ എന്നും ജ്യോതികുമാർ ചോദിക്കുന്നു. ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും നേരം വെളുത്താൽ വൈകുന്നേരം വരെയും UDFനെതിരെയും UDF സ്ഥാനാർത്ഥിക്കെതിരെയും കിംവദന്തികൾ പ്രചരിപ്പിക്കുകയായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ നിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തതാണ്. സ്മൃതി വീണ്ടും കത്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയിലേക്ക് തിരിച്ചു വന്നതെന്നും ചാമക്കാല പറയുന്നു. ഇതിനിടയിൽ ഇടപെട്ട് സ്മൃതി വിമർശനങ്ങൾക്ക് മറുപടി പറയാവുന്ന സമയമല്ല ഇതെന്നും ചർച്ചാ സമയമാണല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ സമയം തീരുമാനിച്ചോളൂ, ഞങ്ങൾ വരാമെന്നും ചാമക്കാല മറുപടി നൽകുന്നു. ഇതിന് പിന്നാലെ 1 മിനിറ്റ് ജ്യോതികുമാർ ചാമക്കാല സമാധാനമായിരിക്കുമെന്ന് സ്മൃതി പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, പോകാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നും ജ്യോതികുമാർ ചാമക്കാല മറുപടി നൽകുന്നു. ഞങ്ങൾക്ക് പച്ച തൊടണമെങ്കിൽ SDPIയുടെ പിന്തുണ വേണമെന്ന് പറയാൻ റോഷിപാലിന് ആരാണ് ചുമതലപ്പെടുത്തിയത്? എവിടുത്തെ റിപ്പോർട്ടറാണ് അദ്ദേഹമെന്നും അദ്ദേഹം ചോദിക്കുന്നു. 1 മിനിറ്റ് ചാമക്കാല ഒരു റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ്. അങ്ങനെ പോകാനാവില്ലെന്ന് സ്മൃതി മറുപടി നൽകുന്നു. ഇത്രയും ദിവസം വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ ഏകപക്ഷീയമായിരുന്നുവെന്ന് താങ്കൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ എന്നും സ്മൃതി ചോദിക്കുന്നു. അങ്ങനെയാണോ? പാലക്കാട് ചേലക്കര രാഷ്ട്രീയമൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നവർ തന്നെയാണ് ഇവിടെ തലപ്പത്തുള്ളതെന്നും സ്മൃതി മറുപടി നൽകുന്നു. ഒരു റിപ്പോർട്ടറുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രയോഗത്തിന്റെ ഏതെങ്കിലും ഭാഗമെടുത്ത് പാകപ്പിഴകളില്ലാതെയാണ് എല്ലാ റിപ്പോർട്ടർമാരും എല്ലാ വരികളും പറയുക എന്ന് വരില്ല. ഞങ്ങൾ നടത്തുന്ന എല്ലാ ചർച്ചകളും ഏകപക്ഷീയമെന്ന് താങ്കൾ കരുതുന്നു. അങ്ങനെയാണോ നമ്മൾ ചർച്ച തുടങ്ങുന്നത്? ജ്യോതികുമാർ ചാമക്കാല നമുക്ക് വിഷയത്തിലേക്ക് വരാമെന്നും സ്മൃതി പറയുന്നു. എന്നാൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പാർട്ടിക്ക് പറയാനുള്ള കാര്യം ഈ ചർച്ചയിൽ പറയാൻ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ലെന്നും ജ്യോതികുമാർ ചാമക്കാല പറയുന്നു. ഇങ്ങനെ നീണ്ടു പോവുകയായിരുന്നു ഇന്നലത്തെ ഈ ചർച്ച. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് UDF പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ തൊടാൻ ഒരു ചാനലല്ല, ഏത് ചാനേഷ് കുമാരൻ നോക്കിയാലും പറഞ്ഞു തന്നെ പോകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതും.